ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി നത്തോലി മാങ്ങ ഇട്ട് പീര വെച്ചാലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കിലോ നത്തോലി വെട്ടി കഴുകി ക്ലീൻ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൺചട്ടിക്കകത്താണ് നമ്മൾ പീര വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 2 മാങ്ങ നല്ലപോലെ ഇതുണ്ട്. ഒത്തിരി വലിയ പുളിയില്ല, ഒരു ചെറിയ പുളിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ 2 മാങ്ങ ചെത്തി, അതിൻ്റെ തോടിന് ഭയങ്കര കട്ടിയായതുകൊണ്ട് ഞാനത് ചെത്തി ഇത് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ബാക്കിയുള്ള പീരയ്ക്ക് വേണ്ടുന്ന പോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങായും അത്രയൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ നത്തോലി നമുക്ക് നമ്മുടെ ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. കുഞ്ഞ് നത്തോലിയാണ്. അപ്പം അങ്ങനെ നമ്മുടെ നത്തോലി നമ്മളിട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിനകത്തേക്ക് ഈ മാങ്ങ ഒന്നിട്ട് കൊടുക്കാവേ. ഇതിപ്പം ഒരുമാതിരി പുളിയുണ്ട്, നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ പുളിയുണ്ട്, പിന്നെ ഒത്തിരി ഓവർ പുളിയൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ മാങ്ങ ഇട്ട് കൊടുത്തു. ഇനി ഞാനൊരു 5 പച്ചമുളക്, നല്ല എരിവുള്ള, നമ്മുടെ പീരയ്ക്ക് സാധാരണ നല്ല ഇച്ചിരി എരിവ് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി എരിവിന് ഒരു 5 നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ ഈ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. അത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 10 ചെറിയ ഉള്ളി, സവോളയല്ല കേട്ടോ, സവോള പീരയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു മധുരമായിരിക്കും. ഒരു 10 ചെറിയ ഉള്ളി ഞാനിത് അരിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ട്, അത് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തു. ഇനി ഒരു 5 വെളുത്തുള്ളി, അതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു അരമുറി തേങ്ങ, ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കഴിഞ്ഞ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ മീൻ പീരയ്ക്കൊരു മഞ്ഞ കളറൊക്കെ വേണമല്ലോ. അതിന് നമുക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾ പൊടി ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ അതിനകത്ത് ചേർത്ത് കൊടുക്കുന്ന ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടി, അത് തികച്ചും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനൊരു 1/4 സ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ തന്നെ ഉലുവ വറുത്ത് പൊടിച്ച് എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടിയാണ്. ഇനി അതിനകത്തേക്ക് ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി, വേണമെന്നില്ല, നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അത് നമ്മൾ നമ്മൾ തന്നെ ഫ്രഷായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമാം. ഇനിയിപ്പോൾ കൈകൊണ്ട് ആർക്കെങ്കിലും തിരുമുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്പൂണിട്ടോ ഒക്കെ ഇളക്കിക്കോ. പക്ഷേ നമ്മൾ ആ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടിയാം എല്ലാം ഒന്ന് പിടിപ്പിക്കും. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും മുളകും അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി നമുക്കൊന്ന് ഇതുണ്ട്. ഇങ്ങനെ തിരുമ്മുമ്പോഴത്തേക്ക് ഇതുകൊണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങനെ വരണം. ആ ഒരു രീതിക്ക് നന്നായിട്ട് തിരുമ്മി ഇത് മീൻ അങ്ങോട്ട് പീച്ചി പൊടിച്ച് കളയാനല്ല പറഞ്ഞത്, ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും. ഒത്തിരി വെള്ളം വേണ്ട, നമുക്ക് ചെറു തീയിലിരുന്ന് നമുക്ക് നമ്മുടെ പീര നല്ല നല്ല തോർന്ന് കിട്ടേണ്ട പീരയാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി വെള്ളം അതിനകത്തേക്ക് ഒഴിക്കണ്ട. ഞാനിപ്പോൾ ഒഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈക്കൊരു 3 കൈ വെള്ളം മാത്രമേ ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുള്ളൂ. ഓരോരുത്തരും വെക്കുമ്പോൾ അവനവൻ്റെ അളവിനനുസരിച്ച്, അല്ലെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം അത്രയും മതി. ഞാനിപ്പോൾ ഒഴിച്ചപ്പം നമ്മളെല്ലാം ഒരു കൈ അളവിനാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒഴിച്ചപ്പോൾ എൻ്റെ കൈക്കൊരു 3 വെള്ളം ഞാൻ ഒഴിച്ചതേ ഉള്ളൂ, 3-4. അപ്പോൾ ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ ഇതുണ്ടോ, ഇങ്ങനെ ഇതിനകത്തേക്ക് ഇങ്ങനെ കിടക്കണം വെള്ളം, ഇങ്ങനെ കിടന്നാൽ മതി. ഈ വെള്ളം ഇങ്ങനെ നോക്കിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഒത്തിരി വെള്ളം വേണ്ട നമുക്ക്. എല്ലാം കൂടെ ഇട്ട് ഇനി ഉപ്പും എല്ലാം നോക്കി ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട്, ഉപ്പൊക്കെ നോക്കിക്കഴിഞ്ഞ് ഉപ്പൊക്കെ ഉണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. ഒത്തിരി വലിയ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ തീ കത്തിക്കരുത്. ഇത് എന്നിട്ട് ഇനി ഒന്ന് ചെറുതായിട്ട് ഒന്ന് തിക വരുമ്പോഴത്തേക്ക് നമ്മളൊന്ന് പയ്യെ ചട്ടി പിടിച്ചൊന്ന് കുലുക്കി നമുക്കിടണം, അല്ലാതെ സ്പൂൺ ഇട്ടൊന്നും ഇളക്കല്ലേ. പിന്നെ ഇപ്പോൾ ഇത് നമുക്കൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് ചെറിയ തിളയൊന്ന് മേളി വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് കറക്കിയെടുത്തിടാം. നമ്മുടെ നത്തോലി പീര നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇങ്ങനെ തിളയ്ക്കുമ്പോൾ വേണം നമുക്കിതൊന്ന് കറക്കിയെടുക്കാനായിട്ട്. ഈ പീരയൊന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കും.
നമ്മുടെ മുളകിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. മുളകിൻ്റെയും നമ്മുടെ ഉലുവാപ്പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും ഒക്കെ മണം വരുന്നു. വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഒന്ന് ചുറ്റിച്ചിടിച്ച് കൊടുക്കാവേ. നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചുറ്റിച്ചിടാവേ. ഏകദേശം നമ്മുടെ മീൻ പീരയ്ക്ക് വെള്ളമൊക്കെ പറ്റി വരുന്നുണ്ട്. ഇതുണ്ട്, നമ്മുടെ മീൻ പീര നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി വരുന്നുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നമുക്ക് നന്നായിട്ട് തോർത്തിയെടുക്കാം നമ്മുടെ തോരൻ. മീൻ പീര അതേ ഒന്നുകൂടെ ലാസ്റ്റ് ഒന്നുകൂടെ ഇളക്കി നമുക്ക് കൊടുക്കാവേ. നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി തോന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചെറു തീയൊക്കെ ഒന്ന് ഓഫാക്കിയ ചട്ടിയുടെ ചൂടയിലിരുന്ന് ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി തോർന്ന് വറ്റപ്പം നമുക്ക് ഇച്ചിരി ലാസ്റ്റ് നമ്മുടെ എല്ലാ പീരയ്ക്കും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. ഒക്കെ 1 സ്പൂണ് പച്ച വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ച് അങ്ങനെ നല്ല നത്തോലി മാങ്ങായും കൂടെ പീര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചട്ടിയുടെ ചൂടയിലാണ് ഇപ്പോൾ ഇരുന്ന് ഈ തിളച്ചുകൊണ്ടിരിക്കുന്നത്, കണ്ടോ. അപ്പോൾ നമുക്കിനി ഇപ്പോൾ പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമുക്കൊരു 5 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് എടുക്കാവേ. അങ്ങനെ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീൻ പീര എണ്ണയൊക്കെ ഒഴിച്ച് നല്ല ഇതാണ്, നല്ല തോരൻ ഒട്ടും കുഴഞ്ഞു പോവോ, അപ്പം നമ്മുടെ നത്തോലി ഒട്ടും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ ഈ ചട്ടിയുടെ ചൂടയിലിരുന്ന് നന്നായിട്ട് അങ്ങ് വറ്റിക്കോളും. അപ്പോൾ ഇതിനകത്ത് ടേസ്റ്റ് നോക്കാനായിട്ടൊന്നും മീനായതുകൊണ്ട് നോയമ്പായതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ടേസ്റ്റ് നോക്കുന്നൊന്നുമില്ല. പക്ഷേ ഉപ്പൊക്കെ ഉണ്ട്, നല്ല തോരനാണ്. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. നല്ല എരിവും മാങ്ങാടെ പുളിയും ഒക്കെയുണ്ട്. നല്ലതാണ്. മാങ്ങായും നത്തോലിയും കൂടെ പീര വെക്കാത്തവരെ ഇങ്ങനെയൊന്ന് മാങ്ങായും നത്തോലിയും കൂടെ ഒന്ന് പീര വെച്ച് നോക്കണം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്കിതുപോലെ നല്ല നല്ല വീഡിയോസും കുഞ്ഞു വീഡിയോസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.